ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇവിടെയെല്ലാം ഞങ്ങൾ തടവെല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നടാൻ പോകുന്ന ചീരയാണ്. ഇപ്പോൾ നമ്മളിവിടെ കിളച്ചിട്ട് ഇതിൽ അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത് കോഴിവളമാണ്. അതിന് മുന്നേ നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് ഈ തടങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഒപ്പം തന്നെ നമ്മളിവിടെ കുറച്ച് പയറിൻ്റെ വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പയറും നടാം. അപ്പോൾ അതിന് മുന്നേയിട്ട് നമ്മൾ ഇതെല്ലാം വിത്ത് പാകാൻ പോകുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നടാനെടുത്തിരിക്കുന്നത് 3 വെറൈറ്റി പയറുകളാണ്. ഇത് അർക്കമംഗള, ഇതൊരു ഹൈബ്രിഡ് ഇനമാണ്. പിന്നെ റോക്കറ്റ് പയർ, ഈ 3 ഇനമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചീരയുടെ തന്നെ വ്ളാത്താങ്കര ചീരയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് വ്ളാത്താങ്കര ചീരയാണ് കൃഷി ചെയ്തിരുന്നത്. അപ്പം ഈ 3 നമ്മളിന്ന് വെള്ളത്തിയിട്ടിട്ട് നാളെ നടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിളുത്ത് കിട്ടും. അപ്പോൾ ചീര നടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ കൂടെ അരിയോ അല്ലെങ്കിൽ റവയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇത് മിക്സ് ചെയ്ത് നടാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ചീരവിത്ത് മുഴുവനായിട്ട് ഉറുമ്പ് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ റവയോ അരിയോ എന്തെങ്കിലും മിക്സ് ചെയ്യുമ്പോൾ ഉറുമ്പുകൾ അത് കൊണ്ടുപോകും, നമ്മുടെ വിത്ത് നല്ലപോലെ കിളുക്കുകയും ചെയ്യും. നിങ്ങളിത് ശ്രദ്ധിച്ചോ, ഇതിൽ വിത്തുകളൊന്നും പൊങ്ങിക്കിടക്കുന്നില്ല. ഇതിൽ കുറച്ച് വിത്തുകൾ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊങ്ങിക്കിടക്കുന്ന വിത്തുകൾ ഇത് കൊള്ളില്ല കേട്ടോ, ഇത് കിളുക്കത്തില്ല. പക്ഷെ ഇതിലെല്ലാം നല്ല വിത്തുകളാണ്. എന്നാ അപ്പോൾ ദേ നമ്മൾ ഈ ചീരവിത്ത് പാകുവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മണ്ണും കൂടിയാണ് നമ്മൾ മണ്ണിൻ്റെ മണൽപ്പൊടിയില്ലേ, അതും കൂടി ഇടുവാണെങ്കിൽ ഇത് വെവ്വേറെ കിടക്കും. അല്ലെങ്കിൽ ഈ ചീരവിത്ത് കൂടിയേ കിടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചീര പറിച്ചു മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനപ്പോൾ റവ തൂക്കിക്കൊടുക്കുവാണ് ഇതിൻ്റെ ചുറ്റിനും. അപ്പോൾ ഞാനിവിടെ റവ ഇട്ട് കഴിയാറായി. അപ്പോൾ നമ്മുടെ വിത്ത് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി അപ്ഡേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്